പൂഞ്ച്, രജൌരി മേഖലകളിലടക്കം ഈ അത്ര സുരക്ഷിതമല്ല എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആളുകളോടക്കം മാറി താമസിക്കാൻ ഒരു നിർദ്ദേശം നൽകി എന്നുള്ള വിവരവും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഇന്ത്യൻ വിമാനത്താവളങ്ങളുടെ സുരക്ഷ അടക്കം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആര്യ, തീർച്ചയായിട്ടും ഇന്ത്യ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെയധികം ശക്തിപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിച്ചുകൊണ്ടും ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പല രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവരോടൊക്കെ തന്നെ ഇന്ത്യ സൂചിപ്പിച്ച അല്ലെങ്കിൽ അവരോടൊക്കെ തന്നെ കൃത്യമായി ഇന്ത്യ പറഞ്ഞൊരു കാര്യം, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രകോപനം അതിന് ആ രീതിയിൽ തന്നെ ഇന്ത്യ അതിനെ പ്രതിരോധിക്കും, പ്രത്യാക്രമണം നടത്തുമെന്നൊരു കാര്യം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഇടപെടില്ല, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടില്ല എന്നതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അല്പം മുന്നേ അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു സംഘർഷം അമേരിക്കയെ ബാധിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഇടപെടുന്നില്ല. പകരം ഇരു രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കാണണം എന്നതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം, ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോകരുത് എന്നതാണ് ആവശ്യപ്പെടുന്നത്. സൗദി വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഒരു മധ്യസ്ഥത വഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിലേക്ക് തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമവായ ശ്രമങ്ങൾ കൂടി പല മേഖലകളിൽ നിന്നും നടക്കുന്നുണ്ട്. ആര്യ.